സിപിഎമ്മിന്റെ പ്രകടനം അതീവ നിരാശാജനകമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ദേശീയ തലത്തിലുള്ള അവലോകന റിപ്പോർട്ടിലാണ് യെച്ചൂരിയുടെ പരാമർശം. സംസ്ഥാന കമ്മിറ്റിയിലാണ് യെച്ചൂരി റിപ്പോർട്ട് അവതരിപ്പിച്ചത്. വിവരങ്ങളുമായി മഹേഷ് ചന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത്. മഹേഷ്, ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഇടതുപാളയം തകർന്നടിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ സീതാറാം യെച്ചൂരിയുടെ ഈ ഒരു പ്രസ്താവനയും കൂടെ വന്നിരിക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ആദിന, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇന്ന് രാവിലെയാണ് ദേശീയ അടിസ്ഥാനത്തിലുള്ള അവലോകന റിപ്പോർട്ട് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അവതരിപ്പിച്ചത്. ആ റിപ്പോർട്ടിലാണ് ഗുരുതരമായ ആ പരാമർശം തന്നെ ഉള്ളത്. കേരളത്തിലെ പാർട്ടിയുടെയും LDF-ന്റെയും പ്രകടനം അതീവ നിരാശാജനകമാണെന്നാണ് പോളിറ്റ് ബ്യൂറോ വിലയിരുത്തലെന്ന് യെച്ചൂരി ഈ കമ്മിറ്റിയിൽ തന്നെ വ്യക്തമാക്കുകയായിരുന്നു. കാരണം കേരളം ഏറെ പ്രതീക്ഷ കേരളത്തെക്കുറിച്ചുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് 10-ലേറെ MP-മാരുണ്ടാകുന്ന പ്രതീക്ഷയാണ് PBക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ കേവലം ഒരു സീറ്റിലേക്ക് ഒതുങ്ങിയാണ് പാർട്ടി ചെയ്തിരിക്കുന്നത്. പാർട്ടിക്ക് സ്വാധീനം പൊതുവെ കുറവുള്ള തമിഴ്നാട്ടിൽ 2 സീറ്റിലും അതുപോലെ തന്നെ രാജസ്ഥാനിൽ 1 സീറ്റിലും പാർട്ടി വിജയിക്കുമ്പോഴാണ് കേരളത്തിൽ കേവലം 1 സീറ്റിലേക്ക് ഭരിക്കുന്ന പാർട്ടി ഒതുങ്ങിപ്പോയിരിക്കുന്നതെന്ന ഗുരുതരമായ ഒരു നിരീക്ഷണം തന്നെയാണ് പാർട്ടി ജനറൽ സെക്രട്ടറി ഭാഗത്തുണ്ടായത്. അതീവ നിരാശാജനകമെന്നേ ഇതേക്കുറിച്ച് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സീതാറാം യെച്ചൂരി പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ചെയ്തത്. ആതിര, ശരി. കേരളത്തിൽ CPM-ന്റെ പ്രകടനം അതീവ നിരാശാജനകമായിരുന്നു എന്നായിരുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പരാമർശം. സംസ്ഥാന കമ്മിറ്റിയിലാണ് യെച്ചൂരി റിപ്പോർട്ട് അവതരിപ്പിച്ചത്. വിവരങ്ങളുമായി നമുക്കൊപ്പം ഉണ്ടായിരുന്നത് മഹേഷ് ചന്ദ്രനായിരുന്നു. മഹേഷ്, ഇതിൽ മറ്റൊരു പ്രസക്തമായ ഒരു കാര്യം, ഭരണവിരുദ്ധ വികാരമാണ് തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയായതെന്ന് സംസ്ഥാന മന്ത്രിമാരുടെ പ്രകടനം മോശമാണെന്നുമൊക്കെയുള്ള ഒരു അഭിപ്രായം CPM-ന്റെ ജില്ലാ കൗൺസിൽ യോഗത്തിൽ ഉൾപ്പെടെ ഉയർന്നു വന്നിരുന്ന ഒന്നാണ്. ഇപ്പോൾ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന നേതൃസ്ഥാനത്തിരിക്കുന്ന സീതാറാം യെച്ചൂരിയെ പോലുള്ള ഒരാൾ കൂടി ഇത്തരത്തിലൊരു പരാമർശം നടത്തുമ്പോൾ ഇത് വലിയ രീതിയിൽ പാർട്ടിക്ക് തന്നെ ഒരു വെല്ലുവിളിയാവുകയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കുന്നത് മഹേഷ്? മഹേഷ്, ഭരണവിരുദ്ധ വികാരമാണ് തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയായതെന്നും ഒപ്പം സംസ്ഥാന മന്ത്രിമാരുടെ പ്രകടനം മോശമായതും ജനവിരുദ്ധത വർദ്ധിപ്പിച്ചു എന്നുള്ള അഭിപ്രായമൊക്കെ CPM-ന്റെ ജില്ലാ കൗൺസിലിൽ ഉൾപ്പെടെ വിമർശനം ഉയർന്നിരുന്നു. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്ക് പുറമെയാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരി ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ കൂടി പാർട്ടിക്കെതിരെ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കിതിനെ എങ്ങനെ നോക്കിക്കാണാം മഹേഷ്? മഹേഷ്, പാർട്ടി കൗൺസിൽ, അതായത് CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കടുത്ത വിമർശനമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായത്. അതായത് ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടെന്നും ഒപ്പം അത് തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഒരു തിരിച്ചടി ആയിട്ടുണ്ടെന്നും പിന്നെ മന്ത്രിമാരുടെ പ്രകടനം മോശമാണെന്ന് തുടങ്ങിയ അഭിപ്രായങ്ങളൊക്കെ ആ കൗൺസിൽ യോഗത്തിൽ ഉയർന്നിരുന്നു. ഇപ്പോഴിതാ സീതാറാം യെച്ചൂരിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ രൂക്ഷ വിമർശനമാണ് പാർട്ടിക്കെതിരെ വന്നിരിക്കുന്നത്, പരാമർശങ്ങൾ വന്നിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നമുക്കിതിനെ എങ്ങനെ വിശകലനം ചെയ്യാം മഹേഷ്? ഇക്കാര്യത്തിൽ കേരള ഘടകത്തിൻ്റെ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ പ്രവർത്തന രീതിയിലുള്ള അപാകതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇത്തരത്തിലേക്ക് അതിരൂക്ഷമായ രീതിയിൽ തന്നെ തൻ്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ അവലോകന റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഏറെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് കേരളത്തിനെ കുറിച്ചായിരുന്നു. ആ കേരളം ആ പ്രതീക്ഷയോട് നീതി പുലർത്തിയില്ല. അതിൻ്റെ കാരണങ്ങൾ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിന് പുറത്ത്, കേരളത്തിന് പുറത്തേക്കുള്ള 2 സംസ്ഥാനങ്ങളിൽ നിന്നാണ് 3 MP-മാർ ഉണ്ടായിരിക്കുന്നത്. അതിൽ രാജസ്ഥാനിൽ പാർട്ടിക്ക്
കർഷകർക്കിടയിലൊക്കെ സ്വാധീനമുണ്ടെങ്കിൽ പോലും സംഘടനാശേഷി ഇല്ലാത്ത സ്ഥലമാണ്. അവിടെയാണ് ഒരു സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞത്. തമിഴ്നാട്ടിലാകട്ടെ 2 സീറ്റിൽ വൻ ഭൂരിപക്ഷത്തിൽ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. ഇവിടെ വിജയിച്ച സീറ്റ് പോലും വളരെ കാര്യമായ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു എന്ന് തന്നെ പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. കെ രാധാകൃഷ്ണൻ ആയിരുന്നില്ല സ്ഥാനാർത്ഥിയെങ്കിൽ ആ സീറ്റും കൂടി നഷ്ടപ്പെട്ട് സംപൂജ്യമായി ഈ പാർട്ടി പോകുമായിരുന്നു എന്ന വിലയിരുത്തലിൻ്റെ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അതീവ നിരാശാജനകമെന്ന ആ ഒരു കൃത്യമായ ഒരു വാക്ക് തന്നെ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. കാരണം കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് പാർട്ടി ഭരണത്തിലിരിക്കുന്നു, രാജ്യത്ത് ഭരണത്തിലിരിക്കുന്ന ഏക സംസ്ഥാനമാണ്. ബംഗാളി തിരിച്ചു വരുന്ന ശ്രമിച്ചു, ആ തിരിച്ചു വരുന്ന ശ്രമം ഇതുവരെയും വിജയം കാണാൻ കഴിഞ്ഞില്ല. കേരളം ആ പാതയിലേക്ക് പോകുന്നു എന്ന ആശങ്ക പാർട്ടി കേന്ദ്ര നേതൃത്വത്തിനുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ. അതീവ നിരാശ എന്നതിനപ്പുറത്തേക്ക് എനിക്കിതിനകത്തൊന്നും പറയാനില്ല എന്നായിരുന്നു അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് സീതാറാം യെച്ചൂരി പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തുറന്നു പറഞ്ഞത്. അതിരാ ശരി മഹേഷ്.